സതീഷ് വസന്തിലേക്ക്. സതീഷ്, ഈ അദ്ദേഹം പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. കോൺഗ്രസ് പ്രതിനിധി ബേസിൽ പാറയ്ക്കൂടി പറഞ്ഞത് കേട്ട് കാണും. 100-ലധികം സീറ്റാണ് അവർ ഉറപ്പിച്ച് പറയുന്നത്. അത് തീരുമാനിക്കാമല്ലോ. ഇപ്പോൾ ബേസിലല്ല ആർക്കും വേണമെങ്കിൽ തീരുമാനിക്കാം, BJPക്കും തീരുമാനിക്കാമല്ലോ. കാര്യം അവർക്ക് 100 സീറ്റ് കിട്ടുന്നത് അതെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തീരുമാനിക്കാം. നമുക്ക് ജനങ്ങൾ അതിനൊരു വിധി എഴുതി കഴിഞ്ഞു. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും വിധി എഴുതി കഴിഞ്ഞു. ഇപ്പോൾ ഏത് വിധിയായിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, LDF സർക്കാരിനെ സംബന്ധിച്ച് ഈ 10 വർഷം ജനങ്ങൾക്ക് ഹിതമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ജനങ്ങൾക്കറിയാം. ഇന്നും എല്ലാവരും പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, 66 ലക്ഷത്തിൽ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖല ഫ്രീ ആക്കുകയും ബാക്കിയുള്ള പശ്ചാത്തല ഇത് നമുക്ക് ഏതെല്ലാം ഒരു സാധാ ജനങ്ങൾക്ക് അതല്ലേ ആവശ്യം, ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇന്നും ആളുകൾ പറയുന്നത് ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കൂ, ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് കറക്റ്റായിട്ട് പെൻഷൻ കിട്ടുന്നത് ഇപ്പോൾ ഈ 2 മാസം തന്നെ അടുത്തടുത്തുള്ള വിഷുവിന് മുമ്പുള്ള പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഇലക്ഷന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ സർക്കാർ പോയിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾക്ക്, സാധാ ജനങ്ങൾക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഈ റേഷൻ കടയിലെല്ലാം ഈ അരി മോശം ഇന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ ഇപ്പോഴുള്ള റേഷൻ കട ഈ 10 വർഷത്തിന് ശേഷം മുമ്പുള്ള റേഷൻ കടയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് റേഷൻ കടക്കാർ അത് തിരിച്ചയക്കും. നിങ്ങൾക്ക് മോശമായിട്ടുള്ള റേഷൻ അരികൾ റേഷൻ കടയിൽ വന്നാൽ അത് തിരിച്ചയക്കും. അത് ഒരു സംശയമില്ല. നോക്കൂ, എവിടെയാണ് അതങ്ങനെ നിന്നിട്ടുള്ളത്? റേഷൻ കടകൾക്ക് അവർക്ക് സുരക്ഷിതം. അവർ പണ്ട് ഈ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറയുന്നത്, ഈ റേഷൻ കടയിൽ റേഷൻ വാങ്ങിക്കാൻ വേണ്ടി ഇവർ ഒരാഴ്ച ഈ പൈസ ഒക്കെ പലിശയ്ക്ക് എടുത്തുകൊണ്ടാണ് ഗോഡൗണിൽ അടയ്ക്കുന്നത്. ഇന്ന് അതാണോ? ഇതല്ലോ, നിങ്ങൾ വിറ്റിട്ട് നിങ്ങൾ പൈസ അടച്ചാൽ മതി. അതുമാത്രമല്ല, നമുക്ക് ഏത് റേഷൻ കടയിൽ നിന്ന് എവിടെ നിന്നും വാങ്ങിക്കാം. നോക്കൂ, അങ്ങനെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ ആ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ സർക്കാരാണ്. നിങ്ങൾ ആരോഗ്യ മേഖലയെ പറ്റിയൊക്കെ വളരെ കുത്തഴിഞ്ഞ കാര്യങ്ങൾ പറയും. നോക്കൂ, ഏത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഇങ്ങനെ ഇതില്ലാത്തത്? അതൊന്നും നിങ്ങൾ വെളിച്ചത്തോണ്ടല്ലോ. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ 1-2 സംഭവങ്ങൾ വന്നാൽ അതൊക്കെ പർവ്വതീകരിച്ച് ഈ സർക്കാരിൻ്റെ ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം നോക്ക്, ഇന്നും സാധാ ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. ഇന്നും നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, നിങ്ങൾ എത്ര ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയല്ലോ, അവസാന ഘട്ടത്തിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? മെഡിക്കൽ കോളേജിൽ. നമുക്കിവിടെ പറ്റില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ പോയിട്ട് എത്രയോ ആളുകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ എന്താണ് മറക്കുന്നത്? അതുപോലെ തന്നെ ഈ ഒരു ഹോസ്പിറ്റൽ, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു ദിവസം ഡോക്ടർ 150, 200 അല്ലെങ്കിൽ 25, 50 ഈ ഡോക്ടർമാർ കൺസൾട്ട് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നോക്ക്, എത്രയും ഹോസ്പിറ്റലിൽ താലൂക്ക് ആശുപത്രിയായിട്ട് പരിണമിച്ചു. താങ്കൾ ഈ ആശുപത്രികളുടെ മികവിനെ പറ്റി ഈ ഒരു ദിവസം തന്നെ ഇത്രയധികം വാചാലനാകണോ സതീഷ് വസന്ത്? നമ്മൾ കണ്ടതല്ലേ കേരളത്തിന്റെ ആരോഗ്യ രംഗം. പല താലൂക്ക് ആശുപത്രികളിലും ഡോക്ടർമാരില്ല. പാമ്പ് കടിച്ചാൽ ആന്റിവനം ഉറപ്പാക്കുന്ന എത്ര മെഡിക്കൽ കോളേജുകൾ, എത്ര ആശുപത്രികളാണ് കേരളത്തിലുള്ളത്? ഇവിടെ ചിറയൻകീഴിൽ നടന്നത് 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ പാമ്പ് കടിയേറ്റ് അവിടെ എത്തി. പക്ഷേ ആ ചികിത്സ വൈകിപ്പിച്ചു എന്നുള്ളത് വലിയ ആക്ഷേപമായി വന്നു. അത് അന്വേഷണ റിപ്പോർട്ടിലടക്കം കൃത്യമായി അക്കമിട്ട് നിരത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ മേന്മ ചർച്ച ചെയ്യേണ്ട ദിവസമാണോ ഇന്ന്? നോക്കൂ, ഒരു പാമ്പ് കടിയേറ്റിയാലും ഒരു പട്ടിയടിയേറ്റാലും നമ്മൾ എവിടെയാണ് കൊണ്ടുപോകുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, അതൊക്കെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. നോക്കൂ, നിങ്ങൾ ഈ പറയുന്നത് ഒരു കാര്യം വെച്ചുകൊണ്ട് നിങ്ങൾ പർവ്വതീകരിക്കല്ലേ? അവിടെ കേരളത്തിന്റെ ഈ കഴിഞ്ഞ 5 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ വലിയൊരു ഉണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷേ ആ ഹോസ്പിറ്റൽ, ഞാൻ നേരത്തെ ഒരു കണക്ക് പറഞ്ഞല്ലോ, ഇന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ എല്ലാവർക്കും വിശ്വാസമുള്ളൂ. നിങ്ങൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്, ആരോഗ്യ മേഖലയിൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേ പോവുള്ളൂ. അത്രയ്ക്ക് വെൽ സെറ്റപ്പാണ്. നിങ്ങൾ അത് ഇപ്പം LDF സർക്കാർ വന്നോണ്ടല്ല, അത് കാലാകാലം താങ്കളുടെ വാദങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാലോ.